തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ ഇത്രമാം സ്നേഹം ഉയിർപ്പോടു ഗമിക്കാം. ഇത്രമാം സ്നേഹം ഉയിർപ്പോടു ഗമിക്കാം. മന്നവ വന്നിപ്പാനെഴുതല്ല മന്നവ വന്നിപ്പാൻ എഴുതല്ല. നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്നെ കാണുന്നവൻ ഞാൻ ഇവിടെയും കണ്ടുപോകും എന്ന് പറഞ്ഞു. തന്നോട് അളിച്ചത് യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ദൈവത്തിൻ്റെ ധന്യനാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് പഠിച്ചാൽ ഇതിൻ്റെ ഉള്ളടക്കം ദൈവത്തിൻ്റെ പേരുകളാണ്. ദൈവത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ദൈവത്തെ ജീവിതം കൊണ്ടും അനുഭവം കൊണ്ടും തിരിച്ചറിഞ്ഞപ്പോൾ ആ തിരിച്ചറിവിൽ നിന്നും മനുഷ്യൻ ദൈവത്തിന് നൽകിയ വിശദീകരണമാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അനുഭവത്തിൽ നിന്ന് ഹാഗർ വിളിച്ച പേരാണ് നാം ഇവിടെ വായിച്ചത്. എന്നെ കാണുന്നവൻ ഇവിടെയും ഞാൻ കണ്ടുപോകും. അതെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളെ കാണുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും ഏത് പ്രയാസത്തിലും ആരും നമ്മളെ കണ്ടില്ല എന്ന് നമ്മൾ നിലയ്ക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക, ദൈവം നമ്മളെ കാണുന്നു. നമ്മുടെ കഷ്ടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ ദുഃഖവേളയിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടാവും. ആരും കണ്ടില്ല എങ്കിലും നമ്മുടെ വീട്ടുകാർ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, ആരും നമ്മളെ കണ്ടില്ല എങ്കിലും കാണുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. നമ്മളിവിടെ വായിച്ച വേദഭാഗം, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോകും. അതെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, നീ ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താൽ ഞാൻ അവിടെ ഉണ്ടാവും. നീ സമുദ്രത്തിൻ്റെ അടിയിൽ പോയി പാർത്താലും ഞാൻ അവിടെ ഉണ്ടാവും. ഇവിടെ ഹാഗർ പറയുന്നു, എന്നെ കാണുന്നവൻ ഇവിടെയും കണ്ടു. ഇതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറഞ്ഞാൽ, എന്നെ കാണുന്നു എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ അഹം അഥവാ എൻ്റെ ഹൃദയം കാണുന്നവൻ എന്നാണ്. നമുക്കൊരു ചിന്ത ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഹാഗർ ഓടിപ്പോകുമ്പോൾ നാട്ടുകാർ മുഴുവനും ചോദിച്ചു കാണും, നീ എവിടെ പോകുന്നു? നീ എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങിയത്? എന്തിനാണ് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് നീ ഓടിപ്പോരുന്നത് എന്നൊക്കെ പലരും നിന്നോട് ചോദിക്കുമ്പോൾ നിനക്ക് പറയാൻ മറുപടി കാണും, എന്നെ ഇറക്കി വിട്ടു എന്ന് ചിലപ്പോൾ പറയാം. അപ്പോൾ ഈ ചോദിക്കുന്ന ജനം എന്താ പറയുന്നറിയാമോ? അയ്യോ, കഷ്ടമായിപ്പോയി, അത് വേണ്ടായിരുന്നു, അബ്രഹാം അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യൻ്റെയൊക്കെ പ്രീതിയും അനുതാപവും പിടിച്ചു പറ്റുവാൻ ഒരു ഭാഗത്ത് ഹാഗർ ശ്രമിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഹാഗർ ദൈവത്തിൻ്റെ മുമ്പിൽ തോറ്റു പോകുവാനിടയായി. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മിസ്രയീമിലെ കണ്ണുണ്ടായിട്ടും കാണാത്ത ദൈവങ്ങളുടെ മുമ്പിൽ അഹം കാട്ടാതെ പിടിച്ചു നിന്നവർ, അഹം കാണുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആ ഒരു മുമ്പിൽ അടിയറ പറഞ്ഞു, പ്രിയമുള്ളവരെ, ദൈവം നിൻ്റെ ഉള്ളറ പരിശോധിക്കുന്ന ദൈവമാണ്. അതിൽ ഒരു നീതി ഉണ്ടെങ്കിൽ ഈ ദൈവം നിന്നെ കാണാതിരിക്കുകയില്ല. നിൻ്റെ ഏത് പ്രയാസങ്ങളിലും ഏത് ബുദ്ധിമുട്ടുകളിലും ദൈവം നിന്നോട് കൂടെ ഉണ്ടാവും. നിൻ്റെ കരം നിന്നോട് കൂടെ ഉണ്ടാവും. ഈ പ്രഭാതത്തിൽ ദൈവം നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവങ്ങളെ കേൾപ്പിക്കാം. ആരും നിന്നെ കണ്ടില്ല എങ്കിൽ, ആരും നിന്നെ കാണുന്നില്ല എങ്കിൽ ദൈവം നിന്നെ കാണുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിൽ നീ എവിടെ പോയാലും ഏത് സാഹചര്യത്തിൽ കടന്നു പോയാലും ആരും കണ്ടില്ല എങ്കിൽ കാണുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആ ദൈവം നിന്നെ പുലർത്തുവാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവങ്ങളെ കേൾപ്പിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.